പ്രതിനിധിയായി പ്രവർത്തിച്ചിട്ടുള്ള എനിക്ക് കോഴിക്കോട്ടെ മാധ്യമ സുഹൃത്തുക്കൾ നൽകിയിട്ടുള്ള കലവറയില്ലാത്ത പിന്തുണക്ക്, സ്നേഹത്തിന് പ്രത്യേകമായി വ്യക്തിപരമായി എൻ്റെ കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. എൻ്റെ 15 വർഷക്കാലത്തിനുള്ളിൽ കോഴിക്കോടിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ, നാടിൻ്റെ പ്രശ്നങ്ങളിൽ, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ, ജീവൽ പ്രശ്നങ്ങളിൽ കോഴിക്കോട്ടെ മാധ്യമങ്ങൾ പൂർണ്ണമായും എന്നോട് സഹകരിച്ചു. അത്തരം വിഷയങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മാധ്യമങ്ങളുടെ പൂർണ്ണമായ സഹകരണമുണ്ടായി. അതുകൊണ്ട് കോഴിക്കോട്ടെ മാധ്യമങ്ങളോട് ഒരിക്കൽ കൂടി എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതെൻ്റെ 4ാമത്തെ ഒരു മത്സരമാണ്. ഈ 4ാമത്തെ മത്സരത്തിലും നല്ല വിജയമുണ്ടായി. ആ വിജയം സത്യം പറഞ്ഞാൽ എൻ്റെ വിജയമായി ഞാൻ കാണുന്നില്ല, മറിച്ച് കോഴിക്കോട് ജനങ്ങളുടെ വിജയമാണ്. ജനാധിപത്യ മതേതര ശക്തികളുടെ വിജയമാണ്. കഴിഞ്ഞ 15 വർഷക്കാലത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് പ്രധാനം. അതൊരു ആത്മബന്ധമാണ്. ആ ബന്ധം 24/7 എന്ന രീതിയിൽ ഞാൻ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ജനങ്ങളുടെയും നാടിൻ്റെയും ഏതൊരു വിഷയമാണെങ്കിലും അതോടൊപ്പം നിന്നിട്ടുണ്ട്. കോഴിക്കോട് ജനങ്ങൾക്ക് പ്രത്യേകത, അവർ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അണുതകർത്ത് ഒഴുകുന്ന വെള്ളം പോലെ സ്നേഹം പകരുന്നവരാണ്. ആ സ്നേഹമാണ് എൻ്റെ 4ാമത്തെ തെരഞ്ഞെടുപ്പിലും എനിക്കിവിടെ അനുഭവപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 15 വർഷക്കാലം ഇവിടെ ഒരു MP എന്ന നിലക്ക് നിങ്ങൾക്കെല്ലാം പരിശോധിക്കാവുന്ന വിഷയമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവന്ന് നടപ്പിലാക്കിയ ഒരു മണ്ഡലം കോഴിക്കോടാണ്. എണ്ണി പറയാൻ സാധിക്കാവുന്ന പദ്ധതികളാണ്. ഒന്ന്, അതിൻ്റെ പിറകെ നടന്നുകൊണ്ട് തന്നെയാണ് ആ പദ്ധതികൾ നേടിയെടുത്തിട്ടുള്ളത്. എടുത്തു പറയാൻ സാധിക്കുന്ന ഒരുപാട് പദ്ധതികൾ. PMSSYയുടെ പ്രോജക്റ്റ് ഉൾപ്പെടെ മെഡിക്കൽ കോളേജ്, ക്യാൻസർ സെൻറ്റർ, അതുപോലെ തന്നെ ഹാൻസ്, അതുപോലെ CRC, അതുപോലെ CGHS വെൽനസ് സെൻറ്റർ, അതുപോലെ നമ്മുടെ ESI തൊഴിലാളികൾക്കുള്ള സബ് സെൻറ്റർ, അതുപോലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ നവീകരണ പദ്ധതി, കോഴിക്കോട് മാത്രമല്ല ഫറൂഖ്, കടലുണ്ടി, അങ്ങനെ എടുത്തു പറയാൻ കഴിയാവുന്ന നിരവധി പദ്ധതികൾ അതൊക്കെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. ഇനി എനിക്ക് തോന്നുന്നത്, എൻ്റെ മനസ്സിലുള്ളത്, കോഴിക്കോടിന് പരമപ്രധാനമായിട്ടുള്ള എയിംസ് ഹോസ്പിറ്റൽ, കോഴിക്കോട് യാഥാർത്ഥ്യമാക്കണം. ബേപ്പൂർ പോർട്ടിൻ്റെ എക്സ്പാൻഷൻ വളരെ അനിവാര്യമാണ്. ലക്ഷദ്വീപിന് അതിൻ്റേതായ പ്രാധാന്യം കൂടി വരികയാണ്. ഇപ്പോൾ ഇവിടുത്തെ എല്ലാം തന്നെ മംഗലാപുരത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ്. നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള ബേപ്പൂർ പോർട്ടിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ എടുത്തു പറയാൻ സാധിക്കാവുന്ന ഇത്തരം പദ്ധതികൾ കോഴിക്കോട് നമുക്ക് കൊണ്ടുവരണം. പൂർത്തീകരിക്കേണ്ട പദ്ധതികൾ പൂർത്തീകരിക്കണം. അത് ഈ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹകരണം അനിവാര്യമാണ്.